ഈ ലോകത്തിൽ നാം ആരും ഒറ്റക്കല്ല എന്ന ചിന്ത നമുക്ക് വലിയ ആശ്വാസമാണ്. ജീവിതയാത്രയിൽ കൊടും മഴയത്തും അതിശൈത്യത്തിലും വേനലിൻ്റെ വരൾച്ചയിലുമൊക്കെ നമ്മെ മനസ്സിലാക്കുന്ന, നമുക്ക് ആശ്വാസവും ആശ്രയവുമാകുന്ന ഒരാൾ കൂടെയുണ്ട് എന്നുള്ളത് ജീവിതയാത്രയ്ക്കു തന്നെ വലിയ അനുഗ്രഹമായി തീരും. പ്രസിദ്ധ ലെബനീസ് കവിയായ ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിൻ്റെ ദ പ്രോഫറ്റ്, പ്രവാചകൻ എന്ന പുസ്തകത്തിൽ അതിൻ്റെ 18-ാം ഗീതകത്തിൽ സൗഹൃദത്തെ പറ്റിയാണ് എഴുതുന്നത്. അദ്ദേഹം എഴുതുന്നു, ഒരു യുവാവ് അങ്ങ് സൗഹൃദത്തെപ്പറ്റി ഞങ്ങളോട് പറയൂ. അവനോട് പറഞ്ഞു, സ്നേഹത്തോടെ വിത്തെറിയാനും നന്ദിയോടെ കൊയ്തെടുക്കാനുമുള്ള വയലാണ് സുഹൃത്ത്. കാരണം നീ വിശപ്പുമായി അവനിലേക്ക് വരുന്നു, ശാന്തിക്കായി അവനിൽ അഭയം തേടുന്നു. അവൻ നിശബ്ദനാകുമ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുക. കാരണം വിചാരങ്ങളും പ്രതീക്ഷകളും ഒരു സുഹൃത്ത് ബന്ധത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് വാക്കുകളുടെ ആരവത്തിലൂടെയല്ല, ആനന്ദത്തിൻ്റെ ശാന്തി തീരത്തു വച്ചാണ്. നിന്നിലെ ചെറുതിരയിളക്കം അവന് മനസ്സിലാകുമെങ്കിൽ അതിലെ പ്രളയഭാവവും അവനറിയണം. കുഞ്ഞു കാര്യങ്ങളുടെ മഞ്ഞുകണങ്ങളിലാണ് ഹൃദയം അതിൻ്റെ പുലരിയെ കാണുന്നതും ഉന്മേഷം തേടുന്നതും. അങ്ങനെ ഈ സൗഹൃദമാണ് ജീവിതത്തിലെന്നും ആശ്വാസവും അനുഗ്രഹവുമായി മാറുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്നോടൊപ്പം ദൈവത്തിൻ്റെ സന്തത സാന്നിധ്യം, സാമീപ്യം ഉണ്ട് എന്നുള്ളതാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസവും അനുഗ്രഹവും ശക്തിയും. 23-ാം സങ്കീർത്തനത്തിൽ നാം കാണുക, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പാകുന്നു. കർത്താവ് എൻ്റെ ഇടയനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുമില്ല, അനുഭവിക്കുകയില്ല. അതാണ് സങ്കീർത്തകൻ പറയുക. വലിയൊരു എസ്റ്റേറ്റിൽ അതിൻ്റെ നടുക്കുള്ള ഒരു കെട്ടിടത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പുരോഹിതനുമായി ഒരിക്കൽ സംസാരിക്കുകയായിരുന്നു. വൈകിട്ട് 5-5:30 ഈ എസ്റ്റേറ്റിലുള്ള പണിക്കാരെല്ലാം പിരിഞ്ഞ് അവരുടെ ഭവനത്തിലേക്ക് മടങ്ങും. അതിനുശേഷം അടുത്ത പ്രഭാതത്തിൽ അവർ ജോലിക്കായി തിരികെ എത്തുന്നതുവരെ ഈ പുരോഹിതൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ, ഇങ്ങനെ ഈ രാത്രി മുഴുവൻ ആരോടും സംസാരിക്കാനാവാതെ ഒറ്റയ്ക്കാകുന്നത് പ്രയാസമല്ലേ?
കാരണം ഈ എസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് മൊബൈൽ ഫോണിൻ്റെ സിഗ്നൽ കിട്ടാറില്ല. ലാൻഡ് ഫോൺ ഉള്ളത് മിക്കവാറും അത് പ്രവർത്തനരഹിതവുമാണ്. അച്ഛൻ എന്നോട് പറഞ്ഞ മറുപടി എന്നെയേറെ ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ജോലിക്കാരെല്ലാം പിരിഞ്ഞു പോയതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ആ മുറിയിൽ ഒരു ഗ്ലോബ് ചിമ്മിണിയുള്ള ഒരു വിളക്ക്, ഒരു തിരി ഞാൻ കത്തിച്ചു വയ്ക്കും. പിന്നീട് അല്പനേരം വായിച്ച് പഠിച്ചതിനൊക്കെ ശേഷം എൻ്റെ ഈ കെട്ടിടത്തിൽ ഒരു മുറി ഒരു കപ്പേളയായി, ചാപ്പലായി ഞാൻ മേലധികാരികളുടെ അനുവാദത്തോടുകൂടെ മാറ്റിയിട്ടുണ്ട്. അവിടെ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യവുമുണ്ട്. ഞാൻ ഈ ഗ്ലോബ് ചിമ്മിണിയുള്ള ഈ തിരി കൊണ്ടുപോയി ഈ കപ്പേളയിൽ കൊണ്ടുപോയി വയ്ക്കും. അവിടെ ഇരുന്ന് വൈകിട്ട് കുറേയധികം സമയം, 1 മണിക്കൂർ മിനിമം ഇരുന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം ചാപ്പലിൽ നിന്ന് ഭക്ഷണമുറിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ തിരിയും കൊണ്ടുവന്ന് വയ്ക്കും. അഥവാ കരണ്ട് പോയാലും, ചിലപ്പോൾ കാറ്റ് വന്ന് അണയ്ക്കാത്ത വിധത്തിലുള്ള ഈ തിരി അങ്ങനെ കത്തി നിൽക്കും. ഈ പ്രകാശത്തിൻ്റെ സാന്നിധ്യം ആശ്വസിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായിട്ടാണ് എനിക്ക് അനുഭവേദ്യമാകുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആശ്വസിപ്പിക്കുന്ന വെളിച്ചം, പ്രകാശം എന്നോടൊപ്പമുള്ളപ്പോൾ എനിക്ക് ഏകാന്തതയില്ല, പ്രയാസമില്ല. ഈ തിരി രാത്രി ഞാൻ ഉറങ്ങുന്ന സമയം വരെ അത് എന്നോടൊപ്പം ഉണ്ടാകും. ഒന്നുകിൽ ഈ ഊണുമേശയിൽ നിന്ന് തിരികെ മുറിയിലേക്ക് പോകുമ്പോൾ അത് കൂടെ ഉണ്ടാകും. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ആശ്വസിപ്പിക്കുന്ന ആ പ്രകാശം, അതാണ് നമ്മുടെ ഇരുളിൻ്റെ നിമിഷങ്ങളിൽ ഏകാന്തതയിൽ ആശ്വാസമരുളുന്ന, അനുഗ്രഹം നൽകുന്ന, ശക്തി പകരുന്ന സാന്നിധ്യം. ഇടയൻ കൂടെയുള്ളപ്പോൾ നമുക്കൊരു കുറവുമില്ല. ഫ്രാൻസിസ് പാപ്പയുടെ സിനഡ് അനന്തര അപ്പോസ്തലിക ലേഖനമായ സുവിശേഷത്തിൻ്റെ സന്തോഷം, ഇവഞ്ചലി ഗൗദിയും ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. സുവിശേഷത്തിൻ്റെ സന്തോഷം യേശുവിനെ കണ്ടുമുട്ടുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലും മുഴുജീവിതത്തിലും നിറയുന്നു. അവിടത്തെ രക്ഷ സ്വീകരിക്കുന്നവർ പാപം, ദുഃഖം, ആന്തരിക ശൂന്യത, ഏകാന്തത എന്നിവയിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുന്നു. അങ്ങനെ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവർക്കാണ് സുവിശേഷത്തിൻ്റെ ആനന്ദം എന്നും അനുഭവിക്കാനാകുക. കർത്താവ് എൻ്റെ ഇടയനാണെങ്കിൽ കൂരിരുളിൻ്റെ താഴ്വരയിലൂടെ നടക്കുമ്പോഴും ഏകാന്തതയിലായിരിക്കുമ്പോഴും ആ സാന്ത്വനപ്പെടുത്തുന്ന പ്രകാശം, ആശ്വസിപ്പിക്കുന്ന വെളിച്ചം നമ്മുടെ മേൽ കടന്നു വരും എന്നും അനുഗ്രഹപ്രദമായി മാറും ജീവിതം. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഹാഗാറിനെ പറ്റി വിവരിക്കുന്ന ഭാഗം ഏറെ ശ്രദ്ധേയമാണ്. ഹാഗാർ തൻ്റെ യജമാനൻ്റെ ഭവനത്തിൽ നിന്നും ഇറങ്ങി പോരുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ന്യൂയോർക്കിലെ നാഷണൽ ആർട്ട് ഗാലറിയിൽ വളരെ ശ്രദ്ധേയമായ, ഹൃദയസ്പർശിയായ ഒരു ക്യാൻവാസ് ചിത്രമുണ്ട്. ഹാഗാർ ഇങ്ങനെ മരുഭൂമിയിൽ
കത്തിയെരിയുന്ന സൂര്യന് താഴെ കിടന്ന് നിലവിളിക്കുന്ന ചിത്രം. അവൾ നിസ്സഹയായി ഇരുകരങ്ങളും ഇങ്ങനെ ആകാശത്തിലേക്ക് തിരിച്ചു വെച്ച് താഴെ ആ മണ്ണിൽ കിടക്കുകയാണ്. അവിടെ കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു ചിത്രമാണത്. ഈ ദൈവത്തിൻ്റെ കരുണാർദ്രമായ സാന്നിധ്യം, പ്രത്യേകിച്ച് ഏകാന്തതയുടെ മരുഭൂമിയിൽ അലയുന്ന വ്യക്തികളുടെ മേൽ കടന്നു വരും. അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകും. ആശ്വസിപ്പിക്കുന്ന തെളിനീർ ആ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള ഓർമ്മയാണ് ഹാഗാറിൻ്റെ ഈ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുക. ഹാഗാറിനോട് ഈ ദൂതൻ ചോദിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അങ്ങനെ അവൾക്ക് ആശ്വസിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സാന്നിധ്യമായി ദൈവം കടന്നു വരുന്നു. കർത്താവ് നിൻ്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ദൂതൻ അവളോട് അറിയിക്കുക. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാക്കുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ചു കണ്ടു എന്ന് അവൾ പറഞ്ഞു. നമ്മെ കാക്കുന്ന, കരുതലോടെ പിന്തുടരുന്ന ദൈവത്തിൻ്റെ വിശിഷ്ടമായ സാന്നിധ്യം എന്നും നമുക്ക് സമീപസ്ഥനാണ്, അനുഭവവേദ്യമായിരിക്കും. മോശയെ പറ്റിയുള്ള വിവരണം, പ്രത്യേകിച്ച് ദൈവം മോശയെ കണ്ടെത്തുന്ന ആ വിവരണം പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ പ്രഥമ അധ്യായത്തിൽ തന്നെയുണ്ട്. ഞാങ്ങണ കൊണ്ട് നെയ്ത് കളിമണ്ണും താറും കൊണ്ട് നിർമ്മിച്ച ആ പേടകത്തിൽ ഈ കുഞ്ഞിനെ വച്ച് നദിയിലൂടെ ഒഴുക്കുമ്പോഴും ദൈവത്തിൻ്റെ കണ്ണുകൾ അവനോടൊപ്പമുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൽ മോസസ് സ്വന്തം നാടും ആ വളർന്നു വന്ന രാജകൊട്ടാരവും എല്ലാം ഉപേക്ഷിച്ച് മീഡിയാനിലേക്ക് വരുമ്പോൾ അവിടെ നിസ്സഹായനായി ഈ മരുഭൂമിയിലൂടെ അലയുമ്പോൾ അവിടെയും ദൈവം ഇവന് ആശ്വാസമായി കടന്നു ചെല്ലുന്നു. ഈ മുൾപ്പിടർപ്പുകളുടെ ഇടയിൽ വച്ച് അവൻ ശ്രദ്ധിക്കുന്ന സ്വരം ദൈവത്തിൻ്റേത് തന്നെയാണ്. ദൈവം അവനെ വിളിക്കുന്നു, മോശേ മോശേ എന്ന്. അവൻ്റെ മറുപടി, ഇതാ ഞാൻ. നിന്റെ ചെരിപ്പുകൾ അഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാകുന്നു. അങ്ങനെ ദൈവം എന്നും തൻ്റെ വിശ്വസ്തരുടെ സമീപത്തിലേക്ക് കടന്നു വരും. അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യം തങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള വലിയ യാഥാർത്ഥ്യം ഇവിടെ നാം തിരിച്ചറിയുന്നു. യോനായുടെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നാം കാണുക യോനായുടെ പ്രാർത്ഥന ഇതാണ്. 2-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ, എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. അവിടുന്ന് എന്നെ ആഴത്തിലേക്ക്, സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു. അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും? പക്ഷേ ഈ ആഴിയുടെ ആഴങ്ങളിൽ വച്ച് ഈ മനുഷ്യൻ നടത്തുന്ന വിലാപം ദൈവം ശ്രവിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണാകടാക്ഷം ഈ മനുഷ്യന് ദൈവം ആഗ്രഹിക്കുന്ന ആ ദൗത്യം വീണ്ടും കൊടുക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 7-ാം വാക്യവും ഇത്തരുണത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ
ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ദൈവം എന്നും നമുക്ക് സമീപസ്ഥനാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ, നൊമ്പരങ്ങളുടെ നിമിഷങ്ങളിൽ അവിടുന്ന് എന്നും ആശ്വാസത്തിൻ്റെ സാന്നിധ്യമായി കടന്നു വരും. മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ഒരു പടവിൽ യാത്ര ചെയ്യുന്ന ഭാഗം വിവരിക്കുന്നുണ്ട്. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. യേശു അമരത്ത് തലയിണ വച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു, നീ ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. നമ്മുടെയും ജീവിതയാത്രയിൽ യേശുവിൻ്റെ സാന്നിധ്യം ആശ്വസിപ്പിക്കുന്ന സാമീപ്യമായി മാറുന്നു. നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്ന കാറ്റും കോളുമെല്ലാം ശാന്തമാക്കി അവിടുന്ന് നമ്മുടെ ജീവിതയാത്ര കൂടുതൽ സുഗമമാക്കുന്നു. എന്നും സ്നേഹിതനായി, ഇടയനായി കർത്താവ് കൂടെ ഉണ്ടാകണം എന്ന് മാത്രം. നാഥൻ കൂടെയുള്ളപ്പോൾ പിന്നെ ഭയപ്പാടില്ല, അസ്വസ്ഥതകളില്ല. കാരണം എല്ലാ കാറ്റും കോളും ശാന്തമാക്കുന്നവനാണ് നാഥൻ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ എമ്മാവുസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരുടെ വിവരണവും ശ്രദ്ധേയമാണ്. അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ ഇരുട്ടിലാണ്, ഉത്കണ്ഠാകുലരാണ് ഈ ശിഷ്യന്മാർ. അവർ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് സഹയാത്രികനായി ഒരാൾ കൂടെ വരുന്നത്. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്നാണ് സുവിശേഷം വ്യക്തമാക്കുക. അങ്ങനെ സഹയാത്രികനോട് അവർ കാര്യങ്ങൾ തുറന്നു പറയുന്നു. സഹയാത്രികൻ അവരോട് ഈ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം വിവരിക്കുന്നു. ഇതെല്ലാം പ്രവാചക വചനങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ളതല്ലേ എന്നെല്ലാം പറഞ്ഞ് വിശുദ്ധ ഗ്രന്ഥം വിവരിച്ചു കൊടുക്കുമ്പോഴൊന്നും ഇവർക്ക് ഈ സഹയാത്രികനെ തിരിച്ചറിയുവാനാവുന്നില്ല. പക്ഷേ നേരം വൈകിയതുകൊണ്ട് കൂടെ താമസിക്കണം എന്ന് പറയുമ്പോൾ, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി എന്ന് അവരോട് പറയുമ്പോൾ, അങ്ങനെ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അപ്പം മുറിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുക. യേശു സഹയാത്രികനായി കൂടെ ഉള്ളപ്പോൾ നമ്മുടെ അസ്വസ്ഥതകൾ സാവധാനം അകന്ന് മാറുകയും അവിടത്തോടൊപ്പം നാം ആയിരിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് പകർന്നു തരുന്ന ആ ഭക്ഷണം പങ്കുവയ്ക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാനാകുന്നു. ആശ്വാസത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായി യേശു മാറുകയും ചെയ്യുന്നു. ജീവിതത്തിലെ അസ്വസ്ഥതകളും ഉത്കണ്ഠകളും അകലണമെങ്കിൽ എന്നോടൊപ്പം എൻ്റെ സ്നേഹിതനായി എൻ്റെ നാഥൻ കൂടെ ഉണ്ടാകണം. ആരാണ് എൻ്റെ ദൈവം എന്ന ചോദ്യം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. എൻ്റെ ദൈവം എൻ്റെ രോഗത്തിൻ്റെ അവസരത്തിൽ ഞാൻ എടുക്കുന്ന ഒരു പെയിൻ കില്ലർ, അങ്ങനെ ആ ടാബ്ലറ്റ് ഞാൻ കഴിച്ചു, അതോടെ എനിക്ക് ആശ്വാസം വന്നു. എൻ്റെ ദൈവം എനിക്കൊരു പെയിൻ കില്ലർ അല്ലെങ്കിൽ എൻ്റെ വേദന സംഹാരി ആണോ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എപ്പോഴും പേടിയോടുകൂടെ ഭയത്തോടെ നോക്കുന്ന ഒരു പോലീസുകാരനാണോ? അതുമല്ലെങ്കിൽ
എൻ്റെ കുറ്റവും കുറവും എല്ലാം അനുസരിച്ച് ശിക്ഷ വിധിക്കുന്ന ഒരു ജഡ്ജിയാണോ? അതുമല്ലെങ്കിൽ എന്നോടൊപ്പം എൻ്റെ പ്രയാസങ്ങളിൽ എനിക്ക് ആശ്വാസം പകരുന്ന, എനിക്കെന്നും അനുഗ്രഹമായി മാറുന്ന സ്നേഹിതനാണോ എൻ്റെ ദൈവം? ഇപ്രകാരം ഒരു സ്നേഹിതൻ്റെ സാന്നിധ്യമായി എന്നോടൊപ്പം എന്നും ആശ്വസിപ്പിക്കുന്ന സഹയാത്രികനായി യേശു എൻ്റെ ദൈവം കൂടെ ഉള്ളപ്പോഴാണ് ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമായി മാറുക. എൻ്റെ പ്രയാസങ്ങളുടെ അവസരങ്ങളിലും ഏത് അസ്വസ്ഥത കടന്നു വന്നാലും എനിക്ക് ജീവിതം സ്വച്ഛന്തമായി തുടരാനും ശാന്തിയും സമാധാനവും ഹൃദയത്തിൽ കണ്ടെത്താനും സാധിക്കുക ഈ ഒരു സ്നേഹിതൻ്റെ സാന്നിധ്യം, സാമീപ്യം ജീവിതത്തിൽ എന്നും കൂടെ ഉള്ളപ്പോഴാണ്. വിൻസെൻ്റ് വാര്യത്തച്ഛൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകമുണ്ട്, ചിറകുമായൊരു മാലാഖ. അവിടെ അദ്ദേഹം ഒരു വിവരണം കൊടുക്കുന്നതും ശ്രദ്ധേയമാണ്. മലവെള്ളം ഇരച്ചു വന്നിട്ടും കാറ്റടിച്ചിട്ടും ശാന്തമായിരിക്കുന്ന ഭാര്യയോട് ഭർത്താവ് ചോദിച്ചു, ഈ തോണിയിൽ ഈ നേരത്ത് ഇങ്ങനെ ശാന്തമായിരിക്കാൻ നിനക്ക് കഴിയുന്നതെങ്ങനെ? കയ്യിലുണ്ടായിരുന്ന കത്തി ഭർത്താവിൻ്റെ കഴുത്തിനോട് ചേർത്ത് പിടിച്ച് ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? കത്തി കഴുത്തിനോട് ചേർത്തിരിക്കുന്നത് എൻ്റെ സ്നേഹമയിയായ ഭാര്യ ആയതുകൊണ്ട്. അപ്പോൾ ഭാര്യ പറഞ്ഞു, എൻ്റെ ശാന്തതയുടെയും രഹസ്യം അതുതന്നെ. എന്നെ സ്നേഹിക്കുന്ന, എന്നോടെപ്പോഴും പക്ഷം ചേരുന്ന എൻ്റെ സഹയാത്രികനായ ദൈവം എന്നോടൊപ്പമുണ്ടെങ്കിൽ ഏതൊരു അസ്വസ്ഥത കടന്നു വന്നാലും എൻ്റെ ജീവിതത്തിൽ ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യമായി അവിടുന്ന് കൂടെയുണ്ടെങ്കിൽ ഞാൻ എന്തിന് ഭയപ്പെടണം? കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ബോബി ജോസ് കട്ടിക്കാട്ടിൻ്റെ കൂട്ട് എന്ന പുസ്തകവും ശ്രദ്ധേയമാണ്. ദൈവത്തോടൊപ്പമുള്ള ആ നമ്മുടെ യാത്രയിൽ നമ്മുടെ ജീവിതത്തിന് വലുതായ മൂല്യവും വിലയും വർദ്ധിക്കുന്നു എന്നാണ് ബോബി ജോസ് അച്ഛൻ്റെ വിചിന്തനങ്ങളിൽ ഒന്നിൽ പറയുക. അദ്ദേഹം പറയുക, ക്രിസ്തുവിൻ്റെ ആദ്യത്തെ അത്ഭുതം, വെള്ളത്തെ അവൻ സ്പർശിച്ചപ്പോൾ അത് വീഞ്ഞായി മാറി. ഒടുവിലത്തേതാകട്ടെ വീഞ്ഞിനെ തൊട്ടപ്പോൾ അത് രക്തമായി മാറി. ദൈവം ചില ജീവിതങ്ങളെ സ്പർശിക്കുമ്പോൾ സംഭവിക്കുന്ന രൂപാന്തരത്തിൻ്റെ പാഠമാണത്. ദൈവം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ, ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ സഹയാത്രികനായി തീരുമ്പോൾ എൻ്റെ ജീവിതത്തിന് തന്നെ വിലയും മൂല്യവും വർദ്ധിപ്പിക്കുന്നു. ബോബി ജോസ് അച്ഛൻ ഇവിടെ പഴയ സാധനങ്ങൾ ലേലം ചെയ്യുന്ന ഒരു കടയിൽ ഉണ്ടായ അവശേഷിച്ച ഒരു ഫിഡിലിനെ പറ്റി, ഒരു വയലിനെ പറ്റി പറയുന്നുണ്ട്. ആദ്യം ആ പൊടി പിടിച്ച കമ്പികളെല്ലാം അഴഞ്ഞ് കിടക്കുന്ന ആ ഫിഡിലിന് ആദ്യം ലേലം വിളിക്കുമ്പോൾ ഏതാനും ചെറു നാണയങ്ങൾ മാത്രമേ വിലയുണ്ടായുള്ളൂ. പക്ഷേ ഒരു ഗുരു വന്ന് ആ പൊടിയെല്ലാം തുടച്ച് അതിൻ്റെ കമ്പികളെല്ലാം ട്യൂൺ ചെയ്ത് വയലിൻ്റെ ബോയെടുത്ത് അതിൽ നിന്നും ശ്രുതിമധുരമായ സംഗീതം പൊഴിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ വയലിൻ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. അങ്ങനെ ഈ വയലിന് പൊടി പിടിച്ച് ആരുടെയും ശ്രദ്ധയില്ലാതിരുന്ന ഈ വയലിന് വലിയ വില ലഭിച്ചു. ആ ലേലത്തിന് പോയി എന്ന് ഉള്ള വിവരണം കൊടുത്ത് അത് സമാപിപ്പിക്കുക ഇപ്രകാരമാണ്: ദ മാസ്റ്റേഴ്സ് ടച്ച് ഹാസ് മെയ്ഡ് ദ ഡിഫറൻസ്. ഗുരുവിൻ്റെ സ്പർശനമാണ് മാറ്റമുണ്ടാക്കുന്നത്. അങ്ങനെ ഗുരുവിൻ്റെ സ്പർശനം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വലിയ വിലയും മൂല്യവും ഉണ്ടാകുന്നു. ജീവിത യാത്രയിൽ നാം ഒറ്റക്കാകുമ്പോൾ ഏകാന്തതയും പ്രയാസവും അസ്വസ്ഥതയും കൂടെ വരുന്നു. എന്നാൽ ഈ ലോക ജീവിതത്തിൽ നാം ആരും ഒറ്റക്കല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നാം തിരിച്ചറിയുമ്പോൾ ജീവിതത്തിന് തന്നെ വലിയ വിലയും മൂല്യവും കടന്നു വരുന്നു. ഏത്
കൊടും മഴയിലും അതിശൈത്യത്തിലും വരൾച്ചയുടെ വേനലിലുമൊക്കെ ദൈവം നമ്മുടെ സഹയാത്രികനായി കൂടെയുണ്ടെങ്കിൽ നമ്മെ മനസ്സിലാക്കുന്ന, നമുക്ക് ആശ്വാസവും ആശ്രയവും അനുഗ്രഹവുമാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയണം. ഹാഗാർ മരുഭൂമിയിൽ വച്ച് ആ ദൈവദൂതൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതുപോലെ അവൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക്, അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരിച്ചു പോയതുപോലെ എൻ്റെയും ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ ദൂതനെ എൻ്റെ മരുഭൂമി യാത്രകളിൽ ഞാൻ തിരിച്ചറിയണം. മോശ തൻ്റെ ജീവിതത്തിലും തൻ്റെ ഈ പ്രവാസി അവസ്ഥയിലും കർത്താവിൻ്റെ സാന്നിധ്യം ഈ മുൾപ്പടർപ്പിൽ കണ്ടതുപോലെ എൻ്റെയും ജീവിതത്തിൽ എന്നെ കാക്കുന്ന, പരിപാലിക്കുന്ന, അനുഗ്രഹിക്കുന്ന, പുതിയ ദൗത്യം നൽകുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയണം. യോനായുടെ അനുഭവം, ഇങ്ങനെ മത്സ്യത്തിൻ്റെ ഉദരത്തിലിരുന്ന് ആ മനുഷ്യൻ അപേക്ഷിക്കുന്നു, കഷ്ടതയുടെ നടുവിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളി. എനിക്കുത്തരം നൽകുന്ന, എനിക്കാശ്വാസമായി കടന്നു വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയണം. ജീവിതയാത്രയിൽ നമ്മുടെ ഈ നൗക കാറ്റും കോളിലും പെടുമ്പോഴും ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ശാന്തതയും സമാധാനവും നൽകുന്ന ആ ഗുരുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമായി മാറണം. എമ്മാവുസിലേക്കുള്ള ശിഷ്യന്മാരുടെ യാത്രയിൽ അവരുടെ ഹൃദയത്തിലുള്ള ഇരുളും ജീവിതത്തിൽ നിറഞ്ഞിരുന്ന ഉത്കണ്ഠയുമെല്ലാം മാറ്റുക, ആ നാഥനോടൊപ്പം വീണ്ടും അപ്പം മുറിക്കുകയും അങ്ങനെ അവരുടെ കണ്ണുകൾ തുറക്കുകയും ചെയ്യുമ്പോഴാണ് നാഥനോടൊപ്പമുള്ള ജീവിതയാത്രയിൽ ഹൃദയം അറിയാതെ ജ്വലിക്കുന്ന അനുഭവം നമ്മുടേതുമാകണം. തീർച്ചയായും നാഥനുള്ളപ്പോൾ, ആ ഗുരുവിൻ്റെ സ്പർശനമുള്ളപ്പോൾ ജീവിതത്തിന് തന്നെ വലിയ വിലയും മൂല്യവും മാറ്റവും പരിവർത്തനവും ഉണ്ടാകുന്നു. പ്രിയമുള്ളവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ പരിപാലനയുടെ കരം ഞങ്ങളോടൊപ്പം എന്നും ഉണ്ട് എന്നുള്ള ആ ഉറച്ച ബോധ്യത്തിൽ, വിശ്വാസത്തിൽ ഞങ്ങളെ നയിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം, സാമീപ്യം ഞങ്ങൾക്കെന്നും അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുവാൻ, അങ്ങനെ ഞങ്ങളുടെ സഹയാത്രികനായി അങ്ങയുടെ പ്രിയപുത്രൻ യേശു ഞങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള ആ ബോധ്യം ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെയും അസ്വസ്ഥതകളുടെയും നിമിഷങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെന്നും തിരിച്ചറിയുവാനും വരമേകണമേ. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം അവസാനിക്കുക, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള യേശുവിൻ്റെ വചനത്തോടു കൂടെയാണ്. നാഥൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ എപ്പോഴുമുണ്ട്, യുഗാന്ത്യം വരെ. നമുക്കെന്നും സന്തോഷത്തോടു കൂടെ ഈ ജീവിതയാത്ര തുടരാം. നാം ആരും ഈ ലോകത്തിൽ ഒറ്റക്കല്ല. അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് ഈ യാത്ര എന്നും പ്രത്യാശയോടുകൂടെ തുടരാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.